ഫാൻ തുടങ്ങണം, AC തുടങ്ങണം, എല്ലാം വൃത്തിയാക്കി കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ അടക്കം തുടച്ച് വൃത്തിയാക്കിയിട്ട് 5 മണിക്ക് വീട്ടിൽ പോകണം. തിങ്കളാഴ്ച രാവിലെ വരുമ്പോൾ ഫ്രഷ് ആയിട്ടൊരു ഓഫീസിലേക്ക് അവർ ടോയ്ലറ്റ് വരെ ക്ലീൻ ചെയ്തിട്ടാണ് പോയിരുന്നത്. ഫ്രഷ് ആയിട്ടൊരു ഓഫീസിലേക്ക് കയറി വരും. ഇത് 2011 നടപ്പിലാക്കിയ വനംവകുപ്പിൽ ഇന്നും പല ഉദ്യോഗസ്ഥരും അത് പിന്തുടരുകയാണ്. അവരതൊരു സംസ്കാരമായി എടുത്തത് പിന്തുടരണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചറിയാം. കേരളത്തിലെ ഓഫീസുകളിൽ ഇന്ന് പോയി നോക്കിയാൽ ഏറ്റവും വെടിപ്പുള്ള ഓഫീസ് വനംവകുപ്പിന്റെ ഓഫീസ്. കാരണം പല ഉദ്യോഗസ്ഥരും പോയി പരിശോധിക്കാം, മാധ്യമങ്ങളെ പരിശോധിക്കാം. പല ഉദ്യോഗസ്ഥന്മാരും അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഈ സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് പലരും പുനലൂർ DFOയുടെ ഓഫീസ് കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ IAS സീനിയർ IAS ഉദ്യോഗസ്ഥൻ ഒബ്സർവറായി വന്നു. അപ്പൊ അദ്ദേഹം ഈ ഓഫീസിൽ കയറിയിട്ട് അതിന്റെ വൃത്തിയും വെടിപ്പും ഭംഗിയും കണ്ടിട്ട് ഈ DFOയോട് ചോദിക്കുകയാണ്, ഈസ് ദിസ് യുവർ ഓഫീസ്? അതൊരു DFOയുടെ, സംസ്ഥാനത്തെ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ DFOയുടെ ഓഫീസ് ആണോ ഇത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒബ്സർവറായി വന്ന വടക്കയിൽ നിന്നൊരു സീനിയർ IAS ഓഫീസർ ചോദിക്കുകയാണ്. അപ്പൊ അത്രത്തോളം നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിലനിർത്താൻ നമ്മൾ എല്ലാ ഓഫീസും പുരോഗമിക്കുന്നുണ്ട്. നിലനിർത്താൻ സഹായിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ ഓഫീസിലും ഹരിത ഓഫീസുകളാക്കി മാറ്റും. അതിനെ പോയി ചെടിയൊന്നും വെച്ച് പിടിപ്പിക്കാൻ, ബസ് സ്റ്റേഷനിൽ ചെടി വെച്ച് പിടിക്കാൻ സ്ഥലം കിട്ടത്തില്ല. ബഹുമാനപ്പെട്ട MP എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞങ്ങൾക്ക് MP ഫണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ നവീകരണത്തിന് അതിന്റെ 12 കോടി രൂപയാണ് ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് അദ്ദേഹം ബഡ്ജറ്റിൽ വെച്ചുകൊണ്ട് തന്നിരിക്കുന്നത്. അതിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ രൂപകൽപ്പന റെഡിയായിട്ടുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി PWD ബിൽഡിംഗ്സുകാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് പണിയുന്നത്, വേറെ ആരുമല്ല. അത് എടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ ഞങ്ങൾ രണ്ടുപേരും കണ്ടു, ഇഷ്ടപ്പെട്ടു. ഈ നിലവിലുള്ള കെട്ടിടം നിർത്തിക്കൊണ്ട് തന്നെ അതിനനുബന്ധമായി അതിന്റെ മുകളിലൂടെ വേറെ കെട്ടിടം വരും. സംവിധാനം സ്റ്റീലൊക്കെ വെച്ചുള്ള സംവിധാനത്തിൽ അത് വരും. അത് വന്നു കഴിയുമ്പോൾ ഈ ബസ് സ്റ്റാൻഡ് ആധുനികമായ ബസ് സ്റ്റേഷനായി മാറും. ഈ ബസ് സ്റ്റേഷന്റെ മുകളിൽ സോളാർ പാനലുകൾ വയ്ക്കാൻ MP ഫണ്ട് അനുവദിക്കണം എന്ന് ഞാൻ MP വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കൊട്ടാരക്കര ബസ് സ്റ്റേഷനിലെ എങ്കിൽ മാത്രമേ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ പറ്റൂ. അപ്പൊ അതുപോലെ നമ്മൾ KSRTC എല്ലാ ബസ് സ്റ്റേഷന്റെയും മുകളിൽ സോളാർ പാനലുകൾ MP-മാരുടെ സഹായത്തോടുകൂടി വെക്കാനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കുന്നു. ഇപ്പൊ MLA-മാര് യാർഡ് വൃത്തിയാക്കാൻ, ചടയമംഗലം MLA കൂടിയാണ് ശ്രീമതി ചിഞ്ചുറാണി. ചടയമംഗലം ബസ് സ്റ്റേഷന്റെ യാർഡ് വൃത്തിയാക്കാൻ, അതുപോലെ ട്രെയിനിങ് സ്കൂൾ തുടങ്ങാൻ, ഗ്രൗണ്ട് ശരിയാക്കാൻ എല്ലാം പണം തന്നിരുന്നു. ഇപ്പൊ കമ്പ്യൂട്ടറിന് 8 ലക്ഷം രൂപ തരാമെന്ന് ഞങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ പറയായിരുന്നു. എല്ലാ സ്റ്റേഷനും കമ്പ്യൂട്ടറൈസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് എല്ലാ ബസ് സ്റ്റേഷനും മേളിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അതിൽ സോളാർ വയ്ക്കുക എന്നുള്ളതാണ്. ആ പാനലുകൾ വയ്ക്കാനുള്ള ഫണ്ട് MP-ക്ക് നൽകാൻ കഴിയും. പാലക്കാട് MP ശ്രീ ശ്രീകണ്ഠൻ അത് നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു. അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അത് നൽകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യാനായി. അപ്പൊ ഇവിടെയും അത് തരണമെന്ന് പ്രിയപ്പെട്ട MP-യോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പദ്ധതി KSRTC മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പങ്കുചേരുകയാണ്. ഈ ഒരു പ്രഖ്യാപനം ഇന്ന് ആരംഭിച്ച് മാർച്ച് 30 പ്രഖ്യാപനത്തിൽ അതിന്റെ റിസൾട്ട് കാണിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയോട് തന്നെ പറയണം, KSRTCയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അങ്ങയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും, മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തിന്റെയും പിന്തുണ നമുക്ക് ഉണ്ടാക്കി തരണം. അതെനിക്ക് അങ്ങനെ അഭ്യർത്ഥിക്കുന്നത് മാത്രം. ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ പ്രസംഗം ചുരുക്കാം. പുലമൺ തോടിന്റെ നവീകരണമാണ് ശ്രീ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചത്. വളരെ നല്ല ആശയമാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. കുട്ടിക്കാലം മുഴുവൻ ഇവിടെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പുലം തോട്ടിൽ ഇങ്ങനെ മേള് വരെ വെള്ളം ഒഴുകുവാൻ. നിങ്ങൾ ഇപ്പൊ കാണുന്നതിനേക്കാൾ ഒരു 5 അടി പൊക്കത്തിൽ വെള്ളം ഒഴുകുമായിരുന്നു. ഇന്ന് ഒഴുക്കില്ല. കാരണം എന്താ? ഈ മേലെ ഭാഗത്തുള്ള മുഴുവൻ വയലുകളും നിർത്തിക്കില്ല. ഒരു തുള്ളി വെള്ളം അവിടെ അങ്ങ് നിൽക്കാൻ സാധ്യതയില്ല. ഇപ്പൊ വയൽ നിൽക്കുന്ന വെള്ളം ഊറ്റായി മാറി ഒഴുകിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഒരു തുള്ളി വെള്ളം ഇപ്പൊ ഇല്ല. മണ്ണ് മാറ്റി വയലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് നിർമ്മിക്കുമ്പോൾ ഒരു 4-5 ചെറിയ തടയണകൾ ഇതിനുള്ളിൽ വെച്ച് പോയാൽ മാത്രമേ ഇത് പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ. മാത്രമല്ല, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രിയോട് പറയുക, ഞാൻ സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചു തരാം. 2-3 സ്ഥലങ്ങൾ. കോട്ടയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിട്ട് ഒരു കരയിൽ ഇരിക്കുമ്പോൾ മറുകരയിൽ നടക്കുന്ന കാര്യം നമുക്ക് കാണാം. മണിമലയാറ്റിന്റെ അപ്പുറത്ത് കോട്ടയം നഗരത്തിൽ കൂടെ ഒഴുകാൻ ഒരു ചെറിയ ലോഡ്ജ് പോലൊരു സംഭവം. അവിടെ ഈ ആറ്റിന്റെ കരയ്ക്കായിട്ട് ഒരു കക്കൂസുണ്ട്. 2 മുറിയുള്ള കക്കൂസാണ്. അതിലേക്ക് ആളുകൾ ഇങ്ങനെ കയറുന്നതാണ്. അവർ വെള്ളം ഒഴിക്കുമ്പോൾ ആ വേസ്റ്റ് കക്കൂസ് മാലിന്യം അങ്ങനെ തന്നെ ഈ നദിയിലേക്ക് വീഴാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, പോയി കണ്ടു നോക്കൂ. അതേപോലെ തന്നെ പുലമൺ തോട്ടിലേക്കും ധാരാളം കക്കൂസുകൾ തുറന്നിട്ടു. നിർബന്ധമായി ഇതിന്റെ ഭാഗമായി അത് അടച്ചു തന്നെയാണ്. പുനലൂരിൽ NSS താലൂക്ക് യൂണിയൻ ഓഫീസിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കാണിച്ചത് പരാതി നമ്മൾ അയച്ചിട്ടൊരു പ്രതികരണമില്ല. പരാതി അയച്ചാൽ എന്നെ കാണാമല്ലോ. അവിടെ ഒരു ആശുപത്രിയുണ്ട്. ഈ ആശുപത്രിയിലെ മാലിന്യവും അവിടെ ഒരു ഹോട്ടലുണ്ട്, അതിന്റെ മാലിന്യവും കൃത്യമായി ഈ കോമ്പൗണ്ടിൽ ഒരു ഓടയുണ്ട്. ഈ ഓടയിൽ കൂടെ ഒഴുകിയിട്ട് കല്ലടയാറ്റിലേക്ക് ഇറങ്ങാണ്. അവിടെ നിന്നാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം പമ്പിയത്. ആ പിന്നിർത്താണ് അതിന്റെ മേളിൽ താഴെയാണ്. 14 കുടിവെള്ള പദ്ധതിക്ക് വെള്ളം പമ്പിയത് അവിടെയാണ്. എന്തിന്? കുണ്ട്ര ജലസേന പദ്ധതി അങ്ങ് കുണ്ട്ര വരെ
കൊടുക്കുന്ന വെള്ളം അടിക്കുന്ന അവിടെ നിന്നാണ്. പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരാൾ പരാതി കൊടുത്തു. അയാൾ എന്നെ കണ്ട് പരാതി പറഞ്ഞു, ആരും വരുന്നില്ലല്ലോ, ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടണം. കൊല്ലൂർ മുനിസിപ്പാലിറ്റി കർശനമായ നിർദ്ദേശം കൊടുക്കണം. ഈ കക്കൂസ് മാലിന്യം, ആശുപത്രി മാലിന്യം, ആശുപത്രി മാലിന്യം കല്ലടയാറ്റിൽ തൂക്കുപാലത്തിന് തൊട്ട് താഴെ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന തൂക്കുപാലത്തിന് തൊട്ട് താഴെ കക്കൂസ് മാലിന്യം, മാധ്യമങ്ങൾ പോയി കാണണം, കക്കൂസ് മാലിന്യം തുറന്നു വിട്ടിരിക്കുന്നത് കല്ലടയാറിലേക്കാണ്. അവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രൈവിന്റെ ഭാഗമായി ഇത്തരം മോശപ്പെട്ട പ്രവണതകളെ അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയണം, അങ്ങനെ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ ഒരു കെട്ടിടത്തിലെ വേസ്റ്റ് മുഴുവൻ തോട്ടിലൂടെയാണ്, അത് അടയ്ക്കുവാൻ മന്ത്രി നിർദ്ദേശം കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങിയാണ്. ഈ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അടയ്ക്കുക തന്നെ വേണം എന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ എല്ലാ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരുടെയും ഞാടുവാ ഈ കക്കൂസ് ഈ തോട് ആർക്ക് വേണം എന്നുള്ളതാണ്. ഇത് വേണം, ഇത് ഈ നാടിന്റെ ആവശ്യമാണ്. പുലമൺ തോട് നവീകരിക്കുക എന്ന് പറയുമ്പോൾ അടുത്ത അതിന്റെ ബുക്ക് ചെയ്യാൻ ആവശ്യമുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സർവേ ചെയ്യുന്നതാണ്. മിക്കവാറും അവിടെ വെച്ച് തന്നെ ഇതിനെ എതിർപ്പുകൾ വരും. കാരണം പലരും കൈകാര്യം വെച്ചിട്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ കാര്യമല്ല. ഇത് അളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അളന്നാൽ തന്നെ അതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലായിരിക്കും പ്രശ്നം. അപ്പോഴെല്ലാവരും ഒന്നിക്കും, പാലവാല ഒഴിച്ച് എല്ലാവരും ഈ ബഹുരേഖ തയ്യാറാക്കി പാലവാല ഒഴിച്ച് എല്ലാവരും അവിടെ ഒന്നിക്കും. പിന്നെ കാര്യമുണ്ട്, ഇതൊക്കെ ചെയ്യാതെ നിന്നുകൊണ്ട് വോട്ട് കിട്ടി അടുത്ത പ്രാവശ്യം ജയിക്കുമെന്ന് ആരും വിചാരിക്കരുത്. ചെയ്താൽ തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഒരു ഇതാണ്, നമ്മൾ ചെയ്യാതിരുത്താൻ ഈ പ്രതിഷേധമൊക്കെ മാറിക്കൊടുത്താൽ അടുത്ത പ്രാവശ്യം ചുള്ളിന് കയറാൻ അങ്ങനെയൊന്നും കയറില്ല. ചെയ്തിട്ടുണ്ടോ, സ്ട്രോങ് ആയിട്ട് കാര്യം ചെയ്തിട്ടുണ്ടോ, അവർ തിരിച്ചു വരും. അതാണ് സഖാവ് പിണറായി വിജയന്റെ മേലുള്ള സർക്കാർ രണ്ടാമത് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തത് കൊണ്ട് തന്നെയാണ്. നാഷണൽ ഹൈവേക്ക് വീതി കൂട്ടി, എല്ലാവരും എതിര് പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും മുഖ്യമന്ത്രി കാണും. ഇന്ന് നാഷണൽ ഹൈവേ തീർന്നു വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക മാത്രമല്ല, ഒഴിപ്പിക്കപ്പെട്ടവർ സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം കോടാനുകോടി രൂപ, 5000-ലധികം കോടി രൂപയാണ് ഈ നാഷണൽ ഹൈവേയുടെ സ്ഥലം വിട്ടുകൊടുത്തവരുടെ പോക്കറ്റിൽ വിളിക്കുന്നത്. 20,000 കോടി സാമ്പത്തികമായിട്ട് വ്യത്യാസമല്ല. ആ നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തപ്പോൾ കേരളത്തിൽ 20,000 കോടി രൂപ അതിന്റെ ഇരുവശങ്ങളിലും കിടന്നു കിട്ടി. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു തമാശ പറഞ്ഞു നിർത്താം, എൻ്റെ ഒരു സുഹൃത്തിന്റെ അപ്പൂപ്പൻ കൊടുങ്ങല്ലൂരിനടുത്ത ഒരു സ്ഥലത്ത് ഒരു കട വാടക കൊടുത്തു. ആ കട വാടക കൊടുത്തപ്പം 25 രൂപയായിരുന്നു വാടക. കൊടുത്ത കാലത്തും ഇപ്പോഴും 3 കടയുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഒഴിഞ്ഞു കൊടുക്കുകയില്ല, വാടകയും കൂട്ടത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ റോഡ് എടുക്കുമെന്ന് ഭാഗ്യവാൻ കടയിൽ ഇരുന്നവർക്ക് 1 ലക്ഷം രൂപ കിട്ടി. കട ഇടിച്ചു കളഞ്ഞപ്പോൾ ഇയാൾക്ക് ഏതാണ്ട് 10-18 കോടി രൂപ അയാൾക്ക് കിട്ടി. എന്താ പറയുക, ജീവിതത്തിൽ ഒരിക്കലും കിട്ടുമെന്ന് പറയുന്നത് 25 രൂപ വാടക ആയതുകൊണ്ട് വീതം വെച്ചപ്പോൾ വീട്ടിൽ ആർക്കും വേണ്ട, കാരണം 25 രൂപ വാടകയേ ഉള്ളൂ. പക്ഷെ വന്നപ്പോൾ കോടികളായി രൂപ അയാൾക്ക് വന്നു വീഴും. ഇത് സമ്മതിക്കുന്ന ആളുകൾ. തീരെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ ഈ പൊന്നുകൊണ്ടുള്ള നവീകരണത്തിൽ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കണം. അതുപോലെ ഈ കക്കൂസ് മാലിന്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്, നദികളിൽ തള്ളുന്നത് അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ടത് ഇവിടെ മാത്രമല്ല, മിനിസ്റ്റർ കേരളം മുഴുവൻ ഒരു കർശനമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് എല്ലാ സ്ഥലത്തും അടക്കും. അത് നാടിന് വലിയ ഉപകാരമായിരിക്കും. കാരണം പല രോഗങ്ങൾ, നമ്മുടെ ലോകത്ത് കേൾക്കാത്ത രോഗങ്ങളെല്ലാം ഇന്ന് കേരളത്തിൽ ഓരോ ദിവസവും അത് വർദ്ധിച്ച് വരും. പുതിയ പുതിയ രോഗങ്ങൾ, കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ കേരളത്തിൽ മാത്രം വരുന്നു. നമ്മൾ ഏറ്റവും വൃത്തിയുള്ളവരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം വേണമെങ്കിൽ മാലിന്യം സംസ്കരിച്ചേ മതിയാവും, മാലിന്യം കൃത്യമായി കൈകാര്യം ചെയ്തേ മതിയാവും. അതുകൊണ്ട് ഈ പദ്ധതി ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഹരിത ടൂറിസം ദിനം കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.